പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്യാൻസർ രോഗികൾക്ക് വളരെയധികം സംശയങ്ങൾ രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഉണ്ടാകാറുണ്ട്. എന്നാൽ എല്ലാ എല്ലാവർക്കും രോഗികൾക്കും രോഗിയുടെ കൂടെ വരുന്നവർക്കും എല്ലാവർക്കും പൊതുവെയുള്ള ഒരു സംശയമാണ്, ക്യാൻസറുള്ള രോഗികൾ എന്ത് ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ കഴിക്കാം ഡോക്ടറെ എന്ന് എല്ലാവരും തന്നെ ചോദിക്കും. ഈ ഒരു ചോദ്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർബുദം ഉള്ള രോഗികൾ, ക്യാൻസർ രോഗികൾ, അവർക്ക് സാധാരണ ആളുകളെ അപേക്ഷിച്ച് പ്രതിരോധ ശക്തി വളരെ കുറവാണ്. അവരുടെ ഇമ്മ്യൂണിറ്റി ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും അവർ കീമോതെറാപ്പിയോ റേഡിയേഷൻ ചികിത്സയോ ഇമ്മ്യൂണോതെറാപ്പിയോ ഒക്കെ എടുക്കുന്ന അവസ്ഥയിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഭക്ഷണം കഴിച്ച് നമ്മുടെ രോഗിക്ക് ഒരു അണുബാധ, ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്ന ഒരു പ്രധാന കാര്യം, ഈ രോഗിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ കരുതൽ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഈ കൊച്ചു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള കരുതൽ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും വൃത്തിയുള്ള ഭക്ഷണം, ഏറ്റവും വൃത്തിയുള്ള വെള്ളം, ഇതൊക്കെ ഒരു കൊച്ചു കുഞ്ഞിന് എല്ലാവരും കൊടുക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ ക്യാൻസർ രോഗിക്ക് കൊടുക്കുന്ന ഭക്ഷണം അതുപോലെ വളരെ വൃത്തിയുള്ളതായിരിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാവുള്ളൂ. കഴിവതും വേവിച്ചതേ ഭക്ഷണം കഴിക്കാവുള്ളൂ. ഇപ്പോൾ വേവിച്ച പാചകം ചെയ്ത ഒരു ഭക്ഷണം, അത് ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അതിനകത്ത് ബാക്ടീരിയ വളരാൻ തുടങ്ങും. അപ്പോൾ ഈ വേവിച്ച ഭക്ഷണം ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിച്ച് തീർക്കണം. 3 മണിക്കൂർ കഴിഞ്ഞ് അത് കഴിച്ചാൽ ചിലപ്പം വയറിളക്കം വരാനോ ഇൻഫെക്ഷൻ വരാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മളെല്ലാവർക്കും പൊതുവെ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം. ഇതാണ്. ഇതിനേക്കാളും വലിയൊരു ഉപദേശം എനിക്ക് ആർക്കും കൊടുക്കാനില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല വൃത്തിയുള്ള ആഹാരം, അണുബാധ വരാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഭക്ഷണം ഈ രോഗിക്ക് കിട്ടണം എന്നുള്ളതാണ്. ഇനി ആർക്കെങ്കിലും അല്ലാതെ പച്ചക്കറിയൊക്കെ വേവിക്കാതെ കഴിക്കണം, പഴം കഴിക്കണം എന്നൊക്കെ ഉണ്ടെന്ന് വരിയിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, കഴിയുമെന്ന് വരിയിൽ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അല്ലെങ്കിൽ പീൽ ചെയ്ത് കളഞ്ഞ് കഴിക്കാവുന്ന പച്ചക്കറിയും പഴമൊക്കെ കഴിക്കാം. തൊലിയോടുകൂടി കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളുമൊക്കെ കഴിവതും ഒഴിവാക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഹൈജീൻ സ്റ്റാൻഡേർഡ് വളരെ കുറവാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നോക്കിയാൽ അറിയാം, പഴത്തിൻ്റെ പുറത്ത് ഈച്ചയുണ്ടാവും, അതിൻ്റെ പുറത്ത് പാറ്റ കയറി നടന്നിട്ടുണ്ടാവും, പല്ലി എലിയൊക്കെ കയറി നടന്നിട്ടുണ്ടാവും. അപ്പം കീമോതെറാപ്പിയോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ചികിത്സ കഴിഞ്ഞ് പ്രതിരോധ ശക്തി ഒട്ടും ആരോഗ്യമില്ലാത്ത ഒരു രോഗിക്ക് ഈ പല്ലിയും പാറ്റയും എലിയും ഒക്കെ ഇരുന്ന ഭക്ഷണം അങ്ങനെ ഞാൻ കൊടുക്കുവാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അപ്പം കഴിവതും തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി കൊടുക്കാവുന്ന ഭക്ഷണം കൊടുക്കാവുള്ളൂ. തൊലിയോടുകൂടി കഴിക്കുന്നതൊക്കെ വേവിച്ചേ കഴിക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഒരു പേരയ്ക്കാണെന്ന് വരിക പോലും അങ്ങനെ തന്നെ നമ്മൾ തൊലിയൊക്കെ ചെത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ചില ആളുകൾക്ക് പ്രത്യേക ഭക്ഷണം പറയാറുണ്ട്. ഉദാഹരണത്തിന് ഷുഗറുള്ള ഒരു രോഗി, പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഒത്തിരി കഴിക്കാൻ പറയത്തില്ല. നമ്മുടെ കുടലിനൊക്കെ ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത രോഗികളാണ്. അങ്ങനെയുള്ള രോഗികൾക്ക് നാരുകൾ ഒത്തിരിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. കപ്പ, ചക്ക, മാങ്ങ, വാഴക്കൂമ്പ്, വാഴയുടെ പിണ്ടി, അങ്ങനെയുള്ളതിനെയൊക്കെയാണ് ഒത്തിരി നാരുള്ള ഭക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ ഈ സർജറി ചെയ്ത് അടുത്ത ആ സമയങ്ങളിലൊക്കെ അതാ 2 കുടൽ തമ്മിൽ തയ്ച്ച് വെച്ചിരിക്കുന്ന ഒന്നും ശരിക്കും ആ മുറി കൂടിയിട്ടുണ്ടായിരിക്കത്തില്ല. നമ്മൾ ഒത്തിരി ഫൈബർ കഴിക്കുമ്പോൾ ഒത്തിരി ബൾക്കായിട്ടുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ മലമൊക്കെ വന്ന് അവിടെ വന്ന് തടസ്സം വരാനും മലം പോകാൻ ബുദ്ധിമുട്ട് വരാനും ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും, അത് വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ
ചില രോഗം, പ്രത്യേകിച്ചും അണ്ഡാശയത്തിനൊക്കെ ക്യാൻസർ ബാധിച്ച, ക്യാൻസർ ഒമൻറ്റം പെരിറ്റോണിയത്തിലൊക്കെ രോഗം വന്ന രോഗികൾക്കും ഈ മലം പോകാൻ ബുദ്ധിമുട്ട് കാണും. അതായത് കുടൽ ബ്ലോക്കായിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെ ഈ കുടൽ ബ്ലോക്കായ രോഗികൾക്കും ഒത്തിരി നാരുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് പലർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ഈ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഇല്ലാത്ത ആളുകൾ, പ്രത്യേക നമ്മൾ നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ലാത്ത രോഗികൾ കഴിക്കേണ്ട ഭക്ഷണം ഏറ്റവും വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ മലയാളം മനസ്സിലാകുന്ന ക്യാൻസർ ചികിത്സയിലിരിക്കുന്ന, അല്ലെങ്കിൽ ക്യാൻസർ രോഗികളെ പരിചരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ കമൻറ്റുകൾ കണ്ട് കഴിയുന്ന സംശയങ്ങൾക്കൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ എൻ്റെ ഉത്തരം നൽകുന്നതായിട്ട് ഞാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.